നമസ്കാരം മക്കളെ, മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്, നിങ്ങൾ വരുന്ന SLC എക്സാമിന് നിങ്ങൾക്ക് ഉറപ്പായും ഒരു ചോദ്യം, 2 ചോദ്യമാണ് ആ ചാപ്റ്റർ എന്നുള്ളത്, എങ്കിലും ഉറപ്പായും 5 മാർക്കിൻ്റെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പിക്കാവുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവര കണക്ക് എന്ന ചാപ്റ്ററാണ്. അതിലെ മെയിൻ ചോദ്യമായ 5 മാർക്കിൻ്റെ ഒരു പ്രധാന ചോദ്യമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ആ ഒരു 5 മാർക്ക് എക്സാമിന് ഉറപ്പിക്കാവുന്നതാണ്. ഇതിൽ നിന്നും മോഡലിനും അതിന് മുമ്പുള്ള എക്സാമുകൾ കഴിഞ്ഞ മോഡലിനാണെങ്കിലും മെയിൻ എക്സാമിനാണെങ്കിലും എല്ലാ എക്സാമുകൾക്കും ഇതിൽ നിന്നും ചോദ്യം ഉറപ്പാണ്, 5 മാർക്കിൻ്റെ ആ ഒരു ചോദ്യം. അപ്പം ആ ഒരു ചോദ്യം നമുക്ക് ഇന്നിവിടെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം മക്കളെടാ. അപ്പം ആ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട 2 കൺസെപ്റ്റുകളാണ്. ഒന്ന് മീൻ, മറ്റൊന്ന് മീഡിയൻ. മീൻ എന്താണ്, മീഡിയൻ എന്താണ്, അല്ലെങ്കിൽ മലയാളം മീഡിയക്കാർ മക്കളെടാ മാധ്യമം എന്താണ്, മധ്യമം എന്താണ്. മാധ്യമം എന്താണ്, മധ്യമം എന്താണ്. ആദ്യം മാധ്യമം അല്ലെങ്കിൽ മീൻ എന്താണെന്ന് പറയാൻ പോവാണ്. അടുത്തത് അത് കഴിഞ്ഞ് നമുക്ക് മധ്യമം പറയാം, മീനും മീഡിയനും. എടാ ഇത് രണ്ടും ആവറേജ് അല്ലെങ്കിൽ ശരാശരി കാണുന്ന 2 കൺസെപ്റ്റായിട്ട് പറയാം. ശരാശരി എന്താണെന്ന് ഓർത്ത് നോക്കുക, അല്ലെങ്കിൽ ആവറേജ് എന്താണെന്ന് ഓർത്ത് നോക്കടാ. നമുക്ക് കുറച്ച് ഡേറ്റ തരികയാണ്. അതാണ് സം ഓഫ് ദ ഒബ്സർവേഷൻസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇതാണ് മീൻ കാണുന്ന ഫോർമുല. എടാ നമ്മൾ ഒരു 5 കുട്ടികൾ നമ്മൾ ഈ ഇവിടെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ ഒരു 5 കുട്ടികൾ സാറിൻ്റെ ഫ്രണ്ടിലുണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് ഈ 5 പേരുടെ വെയിറ്റിൻ്റെ എന്ത് കാണണം, അല്ല ആവറേജ് കാണണം. ആവറേജ് കാണുന്ന 2 രീതിയാണ്, മീനും മീഡിയനും. അപ്പോൾ ഇതിൽ മീൻ യൂസ് ചെയ്ത് കാണാം, ആവറേജ് മീഡിയൻ യൂസ് ചെയ്തും കാണാം. ഇപ്പോൾ സാർ ഒരു എക്സാമ്പിളായിട്ട് കൊച്ചു കുട്ടികളാണെന്ന് വിചാരിക്കുക. നമുക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടി വെയിറ്റ് കുറച്ചെടുക്കാം. ഇപ്പം കുട്ടികളുടെ വെയിറ്റ് 5 പേരുണ്ട്, 2, 4, 6, 8, 10. ഇതാണ് അവരുടെ വെയിറ്റ് എന്ന് വിചാരിക്കുക. ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഡേറ്റ ഇത് തന്നെ വരുത്തൊന്നുമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡിയ കത്താൻ വേണ്ടി. ഇതാണ് സാറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു 5 കുട്ടികളുടെ വെയിറ്റ്. ഇടാം 2, 4, 6, 8, 10. അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും കുട്ടികളുടെ ഈ 5 പേരുടെ വെയിറ്റിൻ്റെ മീൻ നമുക്ക് കാണണം. മീൻ കാണുന്ന ഇക്വേഷനാണ് സം ഓഫ് ദി ഒബ്സർവേഷൻസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇവിടെ നമ്മൾ മീൻ ആവറേജ് കാണുന്ന ഒരു രീതിയാണ് മീൻ, രണ്ടാമത്തെ രീതി മീഡിയൻ. ഈ മീൻ ഈക്വൽ ടു മീൻ കാണുന്ന സം ഓഫ് ദി ഒബ്സർവേഷൻ. നമുക്ക് കിട്ടിയേക്കുന്ന ഒബ്സർവേഷൻ 5 എണ്ണം അല്ലേ, ഈ ഒബ്സർവേഷൻ എല്ലാം കൂടെ കൂട്ടുക. 2, 4, 6, 8, 10 കൂടെ കൂട്ടിയാൽ 2, 4, 6, 6, 12, 12, 8, 20, 20, 10 ടോട്ടൽ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇത് 5 ഡേറ്റാണ് കൂടുമ്പോൾ 30 വരും. അപ്പോൾ സമ്മായി 30 ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. സം എന്ന് പറഞ്ഞാൽ കൂട്ടുക, നമ്പർ എന്ന് പറഞ്ഞാൽ എണ്ണം. എത്ര എണ്ണം ഉണ്ട്, 1, 2, 3, 4, 5 ഡേറ്റ ഉണ്ട്. 30/5 നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും, 6 എന്ന് വരത്തില്ലടാ. ഇതാണ് ഇവിടുത്തെ മീൻ. ഡേറ്റ ഇങ്ങനെ തന്നെ വരണമെന്നില്ല, പക്ഷേ മീൻ കാണുന്ന രീതിയാണ് സം ഓഫ് ദി ഒബ്സർവേഷൻസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഓക്കെ, എല്ലാം കൂടെ കൂട്ടി അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത്. ഓക്കെ, അതാണ് ഇക്വേഷൻ. മാധ്യം അല്ലെങ്കിൽ മീൻ കാണുന്ന ഫോർമുലയാണ് സം ഓഫ് ദി ഒബ്സർവേഷൻസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. 30/5 ഉത്തരം 6. ഇത് മീൻ കാണുന്ന രീതി. ഓക്കെ, ഇനി ഈ സ്ഥാനത്ത് ഇപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ടല്ലേ നമ്മൾ അതിൻ്റെ എന്തെടുത്തത്, നടുക്ക് എന്താണ് അതിൻ്റെ മീഡിയനായിട്ട് അല്ലെങ്കിൽ മീനായിട്ട് നടുക്ക് വരുന്ന ആളെ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ മീൻ കാണുന്ന ഫോർമുല ഇത് വെച്ച് അപ്ലൈ ചെയ്ത് അതിൻ്റെ ഉത്തരം കിട്ടി, 6 എന്ന് കിട്ടി. ഇതാണ് മീൻ. ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഏത് ഡേറ്റ, എത്ര ഡേറ്റ വന്നാലും എല്ലാം കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യും, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യും. പക്ഷെ ആ സ്ഥാനത്ത് മീഡിയൻ ആണ് കാണുന്നതെങ്കിൽ ഇതേപോലെ ആവറേജ് കാണുന്നൊരു കൺസെപ്റ്റാണ്. ചില കേസുകളിൽ മീനും മീഡിയനും സെയിമായി വരാറുണ്ട്, എപ്പോഴും വരത്തില്ല. അപ്പം മീൻ കാണുന്നത് എല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഹരിച്ച്. മീഡിയൻ ആണ് മക്കളെടാ n ഈസ് ഓഡ്. അതാണ് 2 ഫോർമുല ഉണ്ട്. n ഓഡ് നമ്പർ ആണെങ്കിൽ, എന്ന് വെച്ചാൽ n എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ഓഡ് നമ്പർ ഓഫ് ഡേറ്റ ആണെങ്കിൽ, ഇപ്പോൾ എത്ര കുട്ടികളുണ്ട്, എത്ര കുട്ടികളുടെ വെയിറ്റ് ആയത്, 2, 4, 6, 8, 10 എത്ര പേരുടെ ഉണ്ട്, 5 പേരുടെ ഉണ്ട്. 5 എന്ത് നമ്പറാടാ, ഓഡ് നമ്പർ അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് അവിടുന്ന് മീഡിയൻ കണ്ടുപിടിക്കുക. 5 കുട്ടികൾ നിരന്നിരിക്കുമ്പം നടുക്ക് വരുന്ന എത്രാമത്തെ ആളാണ്, 5 കുട്ടികളെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുന്ന കുട്ടികളെ നോക്കി മനസ്സിലാവും 5 പേരേ ഉള്ളൂ. 5 പേര് വരുമ്പോൾ നടുക്ക് 3ാമത്തവൻ വരും. അപ്പുറത്തും എണ്ണിയാലും ഇപ്പുറത്തും എണ്ണിയാലും നടുക്ക് വരുന്നത് 3ാമത്തവനാണ്. അത് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് ഇപ്പോൾ നമുക്ക് 25 കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എണ്ണി നോക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 45 അല്ലെങ്കിൽ ഒരു 105 അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ എണ്ണിയിട്ട് നടുക്കുള്ള ആളെ കണ്ടുപിടിക്കുന്ന ഭയങ്കര ടാസ്ക്കാണ്. അപ്പം അവിടെ മീഡിയൻ കാണുന്നതാണ്. ഓഡ് നമ്പർ ആണെങ്കിൽ n+1/2. എടാ ഇപ്പോൾ 5 പേരിരിക്കുന്ന സ്ഥലത്ത് നടുക്ക് വരുന്ന ആരാന്ന് പറഞ്ഞു, 3ാമത്തെ ആള്. 5 ഓഡ് നമ്പർ അല്ലേ, ഓഡ് നമ്പർ വന്നാൽ n+1/2. എന്നിന് പകരം ഓഡ് നമ്പർ ആകുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 5 വന്ന് 5+1, 5ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 6, 6/2.
6/2 ഉത്തരം എത്ര? 3 എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേറ്റ. ഇപ്പോൾ ഈ ഡേറ്റ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഏത് ഡേറ്റയാ? നമ്മളിപ്പോൾ പറഞ്ഞ ഡേറ്റ 2, 4, 6, 8, 10 ഇത് 5 ഡേറ്റ ഉള്ളതിൽ മീൻ ആണെങ്കിൽ എല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഹരിച്ചാണ് കണ്ടുപിടിക്കുന്നത്. മീഡിയൻ ആണെങ്കിൽ 5 പേരുണ്ട്. 5 പേരുള്ളപ്പോൾ നടുക്ക് വരുന്നത് n+1/2 എന്ന് വെച്ചാൽ 5 + 1/2. 5ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 6. 6/2 3 എന്ന് വെച്ചാൽ മൂന്നാമത്തെ ആൾ നടുക്ക് വരും 5 പേരുള്ളപ്പോൾ. മൂന്നാമത്തെ ആൾ ആരാ? മൂന്നാമത്തെ ആളുടെ വെയിറ്റ് 6 അപ്പം ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഇതിൻ്റെ തന്നെ മീഡിയൻ കാണുമ്പം ഇതേ സെയിം ചോദ്യത്തിൻ്റെ മീഡിയൻ കാണുമ്പോൾ കിട്ടുന്ന ഉത്തരം എത്ര? മീഡിയൻ = 3rd എന്ന് വെച്ചാൽ n+1/2. കാരണം ഓഡ് നമ്പർ ആയതുകൊണ്ട് n+1/2 എന്ന് പറഞ്ഞാൽ n+1 എത്രയാണ്? 5+1/2 അല്ലെങ്കിൽ 6/2. 3rd മൂന്നാമത്തെ ആൾ. മൂന്നാമത്തെ ആളുടെ എത്രയാണ്? മൂന്നാമത്തെ ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 6. അപ്പം നമ്മുടെ മീഡിയൻ ഏതാ? 6. മീൻ കണ്ടാണ്ട് എല്ലാം കൂടെ കൂട്ടി നമ്മൾ ആ ഒരു എണ്ണം കൊണ്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമായിരുന്നു. മീഡിയൻ ആണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഒരുപാട് ചെയ്യാനൊന്നും പോകണ്ട, ആ നടുക്കുള്ള ആളെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇത് രണ്ടും ആവറേജ് കാണുന്നൊരു കൺസെപ്റ്റാണ്. എപ്പോഴും മീനും മീഡിയനും സെയിം ആകണമെന്നില്ല. ഈ ഒരു കണക്ക് ഒരു പക്കായിട്ട് നമ്മൾ അടുത്തടുത്ത് വരുന്ന ഒരു സീക്വൻസ് പോലത്തെ നമ്പർ എടുത്തത് കൊണ്ടാണ് നമുക്ക് സെയിം വന്നത്. അപ്പം മീൻ എന്താണെന്ന് മനസ്സിലായി. മീൻ കാണാൻ രണ്ടും ആവറേജ് കാണുന്ന കൺസെപ്റ്റ് ആണെന്ന് ആലോചിക്കുക. മീൻ കാണാൻ എല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഓക്കെ, മീഡിയൻ ആണെങ്കിൽ അത് ഓഡ് നമ്പർ ആണെങ്കിൽ അത്രയും എണ്ണം നോക്കിയിട്ട് ആ ഒരു എണ്ണം നോക്കി ഓഡ് നമ്പർ ആണെങ്കിൽ നടുക്ക് വരുന്നത് n+1/2. ഇനി ഈവൻ നമ്പർ ആണെങ്കിൽ ഉദാഹരണത്തിന് ഇവിടെ ഈ ഡേറ്റയിൽ ഒരു 12 കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. 12 കൂടി ഈ ഡേറ്റയിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര പേരായന? 6 പേരായില്ലേ? 6 പേരാണെങ്കിൽ നടുക്ക് എത്ര പേര് വരും? 6 പേര് നിരന്നിരുന്നാൽ നടുക്ക് ആരൊക്കെ വരും? മൂന്നാമത്തെ ആളും നാലാമത്തെ ആളും നടുക്ക് വരും. നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയത് ഒരു 6 എന്തെങ്കിലും ഒരു 6 പേന എടുത്ത് അടുക്കി വെച്ചിട്ട് നടുക്ക് ആരൊക്കെ വരും? മൂന്നാമതിരിക്കുന്ന പേനായും നാലാമതിരിക്കുന്ന പേനായും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരൊക്കെ നടുക്ക് വരൂടാ? ഈ മൂന്നാമത്തെ ആളും വരും, നാലാമത്തെ ആളും നടുക്ക് വരും. അതാണ് ഇക്വേഷൻ. n/2 + n/2 എന്ന് വെച്ചാൽ നടുക്ക് 2 പേര് വരുന്നതുകൊണ്ട് അവരെ 2 പേരുടെയും കൂടെ കൂട്ടിയിട്ട് എന്താണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് വരുന്നത്? മൂന്നാമത്തെ ആൾ 6 ആണ്, നാലാമത്തെ ആൾ എത്രയാണ്? 8 ആണ്. അത് 2 കൂടെ കൂട്ടി അതിൻ്റെ പകുതി എടുക്കണം. 6ഉം 8ഉം കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ 6ഉം 8ഉം കൂട്ടുമ്പോഴത്തേക്കും 14/2 എത്ര വരും? 7 എന്ന് വരും. അല്ലെങ്കിൽ 6ൻ്റെ 8ൻ്റെ ഇടയ്ക്ക് വരുന്ന നമ്പർ ഏതാ? 7 ആണ്. അപ്പം ഓഡ് നമ്പർ വന്നാൽ n+1/2. അപ്പം 5 പേരാണെങ്കിൽ നടുക്ക് വരുന്ന 5ൻ്റെ കൂടെ 1 കൂട്ടി 6. 6ൻ്റെ പകുതി 3. ഇനി നടുക്ക് വരുന്നത് ഈവൻ നമ്പറാണ്. നമ്പർ ഈവൻ ആണെങ്കിൽ, ഒബ്സർവേഷൻ തന്നിരിക്കുന്നത് ഈവൻ ആണെങ്കിൽ ഏതൊക്കെ എടുക്കണം? n/2ഉം n/2+1 എടുക്കണം. അപ്പം 6 പേരുണ്ടെങ്കിൽ നടുക്ക് ആരൊക്കെ വരും? 6ൻ്റെ കൂടെ 6ൻ്റെ പകുതി എടുക്കുക. 6ൻ്റെ പകുതി എടുക്കുമ്പോൾ 3. 3ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 4. ഇപ്പം 10 ഒരു ഈവൻ നമ്പറാണ്. 10 പേരുള്ളപ്പോൾ ആരൊക്കെയാണ് നടുക്ക് വരുന്നത്? 10ൻ്റെ പകുതി 5ഉം 5ൻ്റെ അപ്പുറത്തുള്ള 6ഉം. ഇനി 20 ഈവൻ നമ്പറാണ്. 20 പേരുള്ളപ്പോൾ ആര് നടുക്ക് വരും? 20ൻ്റെ പകുതി 10ഉം 10ൻ്റെ അപ്പുറത്തുള്ള 11ഉം വരും. ഇത് ഈവൻ നമ്പറിൻ്റെ. ഓഡ് നമ്പർ ആണെങ്കിൽ ഇപ്പോൾ 9 പേരുണ്ട്, 9 ഓഡ് നമ്പറാണ്. 1 കൂട്ടുക, എന്ത് ചെയ്യുക? അതിൻ്റെ പകുതി എടുക്കുക. 9 പേരുള്ളപ്പോൾ നടുക്ക് ആര് വരും? 9ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 10. 10ൻ്റെ പകുതി എത്ര വരും മക്കളെ? 5 പേരുള്ള. ഓഡ് നമ്പറാണെങ്കിൽ നടുക്ക് ഒരാളെ വരത്തുള്ളൂ. ഈവൻ നമ്പറാണെങ്കിൽ നടുക്ക് 2 പേര് വരും. 2 പേര് വരുമ്പം നമുക്ക് ഒരാളെ മതി, കറക്റ്റ് ഒരൊറ്റൊരാളെ മതി. അതുകൊണ്ട് 2 പേരെയും കൂടെ കൂട്ടി അതിൻ്റെയും പകുതി എടുക്കും നമ്മൾ. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. കൺസെപ്റ്റ് ക്ലിയർ ആക്കി പോയാൽ സിമ്പിളാണ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. മീൻ ഏതാണ്? ഈ 2 ഇക്വേഷൻ, മീനിൻ്റെ ഇക്വേഷൻ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക മക്കളുടെ. മാധ്യം സമം എന്താണ്? തുക ബൈ ആകെ എണ്ണം. തുക എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻ്റെ തുക ബൈ ആകെ എണ്ണം എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇനി മീഡിയൻ എന്താണ്? മധ്യമം കാണുന്നതാണ് ഓഡ് നമ്പർ ആണെങ്കിൽ ഒറ്റ സംഖ്യ ആണെങ്കിൽ ഒറ്റ സംഖ്യ ആണെങ്കിൽ മീഡിയൻ കാണുന്നതാണ് n+1/2. ഓക്കെ, ഇനി ഈവൻ നമ്പർ ഇരട്ട സംഖ്യ ആണെങ്കിലുള്ളതാണ് n/2 n/2+1. കേട്ടോ, ഈ ഇക്വേഷനായിട്ട് വലിയതായിട്ട് പഠിക്കണമെന്നില്ലടാ. ഇപ്പോൾ 10 ഈവൻ നമ്പറാണ്. അപ്പോൾ ആലോചിക്കുക, 10ൻ്റെ പകുതി 5ഉം തൊട്ടപ്പുറത്തുള്ള 6ഉം എടുക്കണം. എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കണം, /2 ചെയ്യണമെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ഒന്നാമത്തെ ആ ഒരു ചോദ്യം, ഈ ഒരു ചോദ്യമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ഒരു ചോദ്യം പഠിച്ചാൽ മതി. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും
നിങ്ങളുടെ എക്സാമിന് ഉറപ്പാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലാത്ത സ്റ്റാറ്റിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് ചോദ്യം ചോദിച്ചിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറല്ല. നമ്പേഴ്സ് മാറി വരാം. ഇവിടെ ഈ ഡേറ്റയ്ക്കകത്ത് തന്നേക്കുന്ന ഈ ഒരു റേഞ്ചൊക്കെ മാറ്റിത്തരാം, എങ്കിലും ചെയ്യുന്ന രീതി സെയിം ആണ്. ഓക്കെ, അപ്പോൾ നോക്കുക, ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. വെയിറ്റ് ക്ലാസ് ഇൻ്റർവെല്ലിലാണ് വെയിറ്റ് തന്നേക്കുന്നത്, അല്ലെങ്കിൽ ഭാരം എന്താണ് ആളുകളുടെ എണ്ണം, വെയിറ്റ് നമ്പർ ഓഫ് പീപ്പിൾ. ഓക്കെ, ഭാരം എല്ലാം വേണ്ടി കാര്യം ശ്രദ്ധിക്കാൻ മക്കളെ, ഭാരം എന്താണ് ആളുകളുടെ എണ്ണം. ഇനി തന്നിരിക്കുന്ന ഡേറ്റ നോക്കുക, 30 to 40 30 മുതൽ 40 വരെ ഭാരമുള്ള 2 പേര്, 40 to 50 4 പേര്, 50 to 60 3 പേര്, 60 to 70 5 പേര്, 70 to 80 7 പേര്, 80 to 90 4 പേര്. ഓക്കെ, ഇങ്ങനെയാണ് ഡേറ്റ തന്നേക്കുന്നത്. എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ്, ഇവിടെ സമ്മ തന്നിട്ടുണ്ട്. നിങ്ങളുടെ മോഡലിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ തന്നിട്ടുണ്ട്. ടോട്ടൽ തരാതെ വേണേൽ ചോദിക്കാം. ടോട്ടൽ തരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിക്കോളും. ഇനി ഒന്നാമത്തെ ചോദ്യം, if the peoples are standing in order of their weights, the weight of the person in which position is taken as median. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ, ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ക്രമപ്പെടുത്തിയാൽ മധ്യമ ഭാരം എത്രയാണ്, അല്ലെങ്കിൽ മധ്യമ ഭാരമായി വരുന്ന ആ ഒരു സ്ഥാനം കാണാൻ ചോദിക്കും. ആളുകളെ ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തിയാൽ മധ്യമ ഭാരം, അല്ലെങ്കിൽ മധ്യമ ഭാരം ആയി വരുന്നത് ഏത് സ്ഥലത്താണെന്ന് ചോദിക്കും. അതാണ് മീഡിയൻ പൊസിഷൻ ചോദിച്ചേക്കുന്നത്. ഇനി ആസ് പെർ അസംഷൻ ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് ദ 10th person. സങ്കല്പപ്രകാരം 10ാമത്തെ ആളുടെ ഭാരം എത്രയാണ്? സങ്കല്പപ്രകാരം 10ാമത്തെ ആളുടെ ഭാരം എത്ര? സി പാർട്ട് ചോദ്യം ഫൈൻഡ് ദ മീഡിയൻ വെയിറ്റ്, മധ്യമ ഭാരം. മധ്യമ ഭാരം കാണും. ഇത് ഈ രണ്ട് ക്വസ്റ്റ്യൻ സെയിം ആണെന്ന് ആലോചിക്കരുത്. മീഡിയൻ എന്നുള്ളൊരു വാക്കുണ്ട്. ഇത് മീഡിയൻ വെയിറ്റ് ആണ്, ഇത് മീഡിയൻ പൊസിഷനാണ്. ഇത് മധ്യമ സ്ഥാനം, മീഡിയൻ പൊസിഷൻ, മധ്യമ സ്ഥാനം കാണാനാണ്, മധ്യമ സ്ഥാനം. ഇത് മക്കളെ മീഡിയൻ വെയിറ്റ്, മധ്യമ ഭാരം കാണാനാണ്. ശ്രദ്ധിച്ചോണം കേട്ടോ. ഇത് രണ്ടും സെയിം ആണെന്ന് വിചാരിക്കുന്ന ചില കുട്ടികളുണ്ട്. സെയിം അല്ലടാ, ഇത് സ്ഥാനവും ഇത് ഭാരവുമാണ്. എടാ ഇപ്പം 25 പേരുള്ളപ്പം നടുക്കൊരാൾ വരുള്ളൂ. 25 പേരുണ്ടെങ്കിൽ 25 ഓഡ് നമ്പറാണ്. 25 1 കൂട്ടിയാൽ 26. 26ൻ്റെ പകുതി 13ാമത്തെ ആളെ നടുക്ക്. ഇപ്പം നമ്മളൊരു 25 പേര് നിൽക്കുന്ന ഡേറ്റയാണ്. സാറാണ് ഇപ്പം അതിൻ്റെ അകത്ത് 13ാമത് വന്നേക്കുന്ന ആളെ നോക്കി. 25 പേരുള്ളപ്പോൾ നടുക്ക് വരുന്ന 13. നമ്മുടെ n+1/2 ഐഡിയ വെച്ച്. ഓക്കെ, നമ്മൾ പഠിപ്പിച്ച് ആദ്യം ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് 13ാമത്തെ ആൾ. അപ്പം വിചാരിക്കുക സാറാണ് ആ 13ാമത്തെ ആളെന്ന് വിചാരിക്കുക. സാറ് 13ാമത് നിൽക്കുന്നു. സാറിന് അടുക്കാണ് നിൽക്കുന്നത്. 13ാമത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഭാരം 13 അല്ല, നിൽക്കുന്ന സ്ഥാനമാണ് 13. ഭാരം നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ഥാനം പെട്ടെന്ന് കിട്ടും 13. കാരണം 25 പേരുള്ളപ്പോൾ നടുക്ക് വരുന്ന 13. അത് എ പാർട്ടിൻ്റെ ഉത്തരവായി. പക്ഷേ ബി പാർട്ട് കാണണമെങ്കിൽ ഈ പാർട്ടുകളൊക്കെ ബി പാർട്ട് ചെയ്താലേ സിയിലോട്ട് എത്തത്തുള്ളൂ. ഓക്കെ, ഈ മധ്യമ ഭാരം അല്ലെങ്കിൽ മീഡിയൻ വെയിറ്റ് കാണാൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു തുടങ്ങാം. നമുക്ക് ആൻസറിലേക്ക് പോവാം. ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോണം. സാർ മാറ്റം വരുത്തിയിട്ടുണ്ട്. വെയിറ്റ് അല്ലെങ്കിൽ ഭാരത്തിൻ്റെ അകത്ത് അവിടുത്തെ എല്ലാം ലോവർ ലിമിറ്റ് 30 to 40 എന്നായിരുന്നു. ആ 30 എന്നുള്ള മാറ്റി ബിലോ എന്നാക്കി. അവിടെ ബിലോ 40, 30 to 40 ബിലോ 40 എന്നാക്കി. 40 to 50 ബിലോ 50 എന്നാക്കി. ഇതാണ് ചെയ്യുന്ന രീതി. ക്വസ്റ്റ്യൻ തരുന്ന ക്വസ്റ്റ്യൻ്റെ ആ ബോക്സ് അതേപോലെ എടുത്ത് തന്നെ ആ 2 ഹെഡ് വരച്ചതിന് ശേഷം 2 ഹെഡിങ് കൊടുക്കുക. അതിൽ ഒന്നാമത്തെ വെയിറ്റിൻ്റെ താഴോട്ട് നേരത്തെ 30 to 40 വന്നിടത്തെല്ലാം ബിലോ എന്ന് എഴുതി. ചില കുട്ടികൾ ചോദിക്കും, നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ചില കുട്ടികൾ ചോദിക്കും, സാറേ ഈ ബിലോ എന്ന് ഒരു വട്ടം എഴുതിയിട്ട് താഴോട്ട് ഇങ്ങനെ എന്താണ് കോമയിട്ട് അല്ലെങ്കിൽ താഴോട്ട് വരയിട്ട് ഇങ്ങനെ വന്നോട്ടെ. അങ്ങനെയല്ല മക്കളെ, എല്ലാം എഴുതണം. ബിലോ എന്നങ്ങ് എഴുതുക. മലയാളം മീഡിയക്കാരാണെങ്കിൽ 40 താഴെ, 50 താഴെ, 60 താഴെ, 70 താഴെ അങ്ങനെ എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് എഴുതി വരിക. ഇതാണ് ആൻസറിൻ്റെ തുടക്കം. നമ്മൾ ആൻസർ ചെയ്ത് തുടങ്ങുന്നതിൻ്റെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരുന്നതാണ്. ആൻസർ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ഒരു മാതൃകയാണ്. ആ ഒരു ബോക്സ് വരയ്ക്കുക, വെയിറ്റ് നമ്പർ ഓഫ് പീപ്പിൾസ് കൊടുത്ത് എഴുതി. മക്കളെ ഇനി ഇതേ ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റ അതേപോലെ തന്നെ അങ്ങ് എഴുതിയാണ്. എല്ലാം അതേപോലെ തന്നെ എഴുതി വെച്ചേക്കാണ്. ഈ ടോട്ടൽ ഇല്ലെങ്കിലും നമുക്ക് ഈ പ്രോബ്ലം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ടോട്ടൽ വേണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ടോട്ടൽ നമുക്ക് കിട്ടും, കാണിച്ചു തരാം. അത് എപ്പോഴും ടോട്ടൽ തരണമെന്നില്ല ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ടോട്ടൽ ഇല്ലാത്ത രീതിയിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. എടാ ഈ ബോക്സിനെ 2 ആക്കുക. ആ 2 ബോക്സ് വരച്ച് ബിലോ കൊടുത്ത് എഴുതി. ഈ ബോക്സിനെ നമ്മൾ സൈഡിൽ എഴുതിയിട്ടിരുന്നതിനാണ് 2 ആക്കി. എടാ ബിലോ 40 താഴെയുള്ള 2 പേര്. ഓക്കെ, 2 പേര്. എടാ 50 താഴെ എന്ന് പറയുമ്പം ഈ 4 മാത്രമേ വരത്തുള്ളൂ. 50 താഴെ എന്ന് പറയുമ്പോൾ 40 അതിൽ ഉൾപ്പെടത്തില്ലേ?
50-ൽ താഴെ വെയിറ്റ് ഉള്ളവരെന്ന് പറയുമ്പോൾ 50-ൽ താഴെ ഇപ്പോൾ ഞാൻ പറയുകയാണ് ക്ലാസ്സിൽ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ 40 വെയിറ്റ് ഉള്ളവരോട്ടുണ്ട് ക്ലാസ്സിൽ. ഞാൻ പറയാം 50-ൽ താഴെ വെയിറ്റ് ഉള്ളവർ എണീക്കാൻ പറഞ്ഞാൽ 50-ൽ താഴെയുള്ളവർ എണീക്കും, 40 എല്ലാം എണീക്കത്തില്ലേ. അപ്പം 50-ൽ താഴെ എന്ന് പറയുമ്പോൾ ഈ 4-ഉം ഈ 2 ഉൾപ്പെടും. 40-ൻ്റെ ആ 2 ഉൾപ്പെടും. 4-ഉം 2 കൂടെ കൂട്ടിയാൽ 6. അങ്ങനെയാണെങ്കിൽ ഈ 60-ൽ താഴെ വരുമ്പോൾ ഇത് 3ഉം വരത്തില്ലേ. അപ്പം 4-ഉം 2ഉം 6. 4-ഉം 2ഉം നിലവിൽ 6ആണ്. ആ 6-ൻ്റെ കൂടെ ഈ 3 കൂടെ കൂട്ടിയാൽ 9. അപ്പോൾ ഇത്രയും കൂട്ടിയപ്പോൾ 9 കിട്ടി. അപ്പോൾ ഈ 5 കൂടെ കൂട്ടി ഈ കുളത്തിൽ എഴുതിയാൽ പോരെ. കാരണം 70-ൽ താഴെ എന്ന് പറയുമ്പോൾ ഇത്രയും പേര് ഉൾപ്പെടത്തില്ലേ. ഇത്രയും പേരെ കൂട്ടി നമ്മൾ 9 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 9-ൻ്റെ 5 കൂടെ കൂട്ടുമ്പോൾ 14. ഓക്കെ, ഇനി 14-ൻ്റെ കൂടെ 7 കൂടെ കൂട്ടിയാൽ 21. ഇങ്ങനെയാണ് കൂട്ടി വരുന്നത്. ഓക്കെ, അത് ഓർത്ത് വെച്ചാൽ ആരോ പോലെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പം അത് കൂട്ടിയപ്പോഴത്തേക്ക് 21. 21-ൻ്റെ കൂടെ 4 കൂടെ കൂട്ടിയാൽ 25. എടാ അവിടെ കൂടുതലും പറയുന്ന വെയിറ്റ് ഏതാ? 40-ൽ തുടങ്ങി 90 വന്ന് നിൽക്കുക. അപ്പോൾ 90-ൽ താഴെ എന്ന് പറയുമ്പോൾ, കാരണം 40 വെയിറ്റ് തൊട്ട് 90 വെയിറ്റ് വരെ ഉള്ളു. അപ്പോൾ 90-ൽ താഴെ എന്ന് പറയുമ്പോൾ എല്ലാവരും അതിൽ ഉൾപ്പെടത്തില്ലേ. നമ്മൾ ആ നോക്കാൻ പോകുന്ന ആളുകൾ, ഒരു ഒബ്സർവേഷനാണ്, കുറച്ച് ആളുകളെ നോക്കുക നമ്മൾ. അപ്പോൾ ആ നോക്കാൻ പോകുന്ന ആളുകളെല്ലാം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടും. 90-ൽ താഴെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉൾപ്പെടും. ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സാർ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് പേര് ഇരിക്കുകയാണ്. എത്ര പേരുണ്ട്? ഒരു 25 കുട്ടികളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെല്ലാം ഇവരുടെ ഏറ്റവും കുറഞ്ഞ വെയിറ്റ്, ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ കുറഞ്ഞ വെയിറ്റ് 40ആണ്. ഏറ്റവും വെയിറ്റ് ഉള്ളവൻ്റെ വെയിറ്റ് ഒരു 90ആണ്. ചുമ്മാ സങ്കല്പിക്കുക. അപ്പോൾ ഞാൻ പറയാണ് 90 അതിൽ താഴെ വെയിറ്റ് ഉള്ളവർ എണീക്കാൻ പറഞ്ഞാൽ ക്ലാസ് ഫുൾ എണീക്കത്തില്ലേ. അപ്പോൾ ഈ ഡേറ്റയ്ക്കകത്ത് 90-ൽ താഴെ എന്ന് പറയുമ്പോൾ എല്ലാവരും അതിൽ ഉൾപ്പെടും. അപ്പോൾ എത്ര പേരുണ്ട്? 25 പേര് അതിൻ്റെ അകത്ത് വരും. അതിൻ്റെ അർത്ഥം നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾസ്, ആളുകളുടെ എണ്ണം 25ആണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും ആളുകളുടെ എണ്ണം കേട്ടോ, തരാതെയും ചോദിക്കാം. അപ്പോൾ ആളുകളുടെ എണ്ണമാണ് N 25 നിന്ന് നോട്ട് ചെയ്തിട്ടേക്കുക മക്കളെ. A പാർട്ട് ചോദ്യം ഇവിടെ ശ്രദ്ധിക്കണം. നമ്മുടെ A പാർട്ട് ചോദ്യം എന്ന് പറയുന്നത് മീഡിയൻ പൊസിഷൻ അല്ലെങ്കിൽ മധ്യമ സ്ഥാനം കാണാനാണ്. മീഡിയൻ പൊസിഷൻ കാണുന്ന ഇക്വേഷനാണ് മീഡിയൻ പൊസിഷൻ. എന്തിനാ ഈ N ഒന്ന് നോട്ട് ചെയ്തിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് നമ്പർ ഇത്? അത് മനസ്സിലാക്കാൻ ഓടാണ് ഈവനാണ് ഇത്? എന്ത് നമ്പറാണ്? 25 ഓടി നമ്പർ അല്ലേ. ഓടി നമ്പർ ആകുമ്പോൾ ഇക്വേഷൻ n+1/2. n+1/2 എന്ന് പറഞ്ഞാൽ 25+1/2. 26/2. 26/2 ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഏതാ? 13th അല്ലെങ്കിൽ 13ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയത് 13ാമത്തെ ആളാണ്. 25 പേരുള്ളപ്പം എത്രാമത്തവൻ്റെ വെയിറ്റ് ആണ് മീഡിയൻ വരുന്നത്? 13. എടാ മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇടനില വെയിറ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രത്യേകത. ഈ ഇടനില എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണം എന്താണ് മീഡിയൻ എന്ന്. 25 പേരുള്ളപ്പം കുറഞ്ഞ വെയിറ്റ് 40, കൂടിയ വെയിറ്റ് 90 അല്ലേ വരുന്നത്. അപ്പം ഇവൻ ഒരുപാട് വെയിറ്റ് കുറഞ്ഞവനും അല്ല, എന്നാൽ ഒരുപാട് കൂടിയവനും അല്ല, ഒരു മിഡിൽ ക്ലാസ് പോലെ നിൽക്കുന്ന ആ ഒരു രീതിയിൽ നിൽക്കുന്ന ആളാണ്. ഓക്കെ, മിഡിലായിട്ട് നിൽക്കുന്നവർ. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന B പാർട്ടിൽ നമുക്ക് കാണേണ്ടതാണ് 10ാമത്തെ ആളുടെയാണ്. 10ാമത്തെ ആളുടെ 10th എന്താണ്? 10ാമത്തെ ആളുടെ വെയിറ്റ് എത്രയാണ്? ഇത്രയും പേര് നിൽക്കുന്നതിൽ 13ആണ് നമ്മുടെ മീഡിയൻ. നമുക്ക് അത് കണ്ടാൽ മതി. പക്ഷെ അതിന് മുമ്പ് ഇടയ്ക്കുള്ള ഒരാളുടെ ചോദിച്ചില്ലെങ്കിലും അയാളുടെ കാണണം. ക്വസ്റ്റ്യനിൽ 10 എന്ന് ചോദിച്ചില്ല, എങ്ങനെ കാണും? അത് കാണുന്നതിനൊരു മാർഗ്ഗമുണ്ട്. അതിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിലെ മെയിൻ സെക്ഷനിലോട്ട്, ഇത് സിമ്പിളാണ്. B പാർട്ടാണ് നമ്മുടെ മെയിൻ സെക്ഷൻ. അതിലാണ് ശ്രദ്ധിക്കേണ്ടത്. അതിലാണ് കുറച്ച് ഐഡിയാസ് നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള സൈഡാണ് B പാർട്ട്. 13ാമത്തെ ഈ 13 എന്നുള്ളത് ഏത് സ്ഥലത്താണ് നിൽക്കുന്നത്? 13 എന്നുള്ള നമ്പർ ഈ കൂട്ടത്തെ എവിടെ നിൽക്കും? 13ാമത്തെ വർക്കർ 13 എന്നുള്ളത് ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? ശ്രദ്ധിച്ച് നോക്കിയാൽ 9ൻ്റെയും 14ൻ്റെയും ഇടയ്ക്കാണ് 13 വരുന്നത്. നിങ്ങൾ എക്സാം ഇരിക്കുമ്പോൾ ഒരു പെൻസിൽ കൊണ്ട് ആ ഒരു ഏരിയ അങ്ങ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 9, 14. ഓക്കെ, ആ ഒരു ബോക്സ് ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക. 9, 14 കണ്ടാ 13 വന്നത് 9ൻ്റെയും 14ൻ്റെയും ഇടയ്ക്കല്ലേ 13 വരുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ ആ ബോക്സ് സെലക്ട് ചെയ്താൽ. ശ്രദ്ധിച്ചേടാ, നിങ്ങൾ സെലക്ട് ചെയ്ത ബോക്സിൻ്റെ മുകളിലത്തത് ഇത് 9ാമത്തെ വർക്കറല്ലേ? 9ാമത്തത് ഉള്ളത് കൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ 10 ചോദിച്ചത്. B പാർട്ടിൽ 9 ഉള്ളത് കൊണ്ട് 10 ചോദിച്ചു. എന്ന് വെച്ചാൽ 10 ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ വരയ്ക്കുന്ന കോളത്തിൽ 9 വരും. അല്ലെങ്കിൽ അറിയേണ്ടത് 9 വന്നാൽ 10 കണ്ടുപിടിക്കണം. എക്സാമിന് ഈ B പാർട്ട് ചോദിക്കാതെ ചോദിക്കും. ചില സമയത്ത്
ആദ്യം മീഡിയൻ പൊസിഷൻ മധ്യമ സ്ഥാനം ചോദിച്ചിട്ട് നേരെ ബി പാർട്ട് എന്താണ് മീഡിയൻ അങ്ങ് ചോദിച്ചേക്കാം. എന്ന് വെച്ചാൽ ആ ഒരു ഇടയ്ക്കത്തെ ബി പാർട്ട് 10ാമത്തെ വർക്കറിൻ്റെ ചോദിക്കത്തില്ല, ചോദിച്ചില്ലെങ്കിലും നമ്മൾ കണ്ടുപിടിക്കണം. ഈ മെത്തേഡ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. ഇക്വേഷൻ മെത്തേഡുണ്ട് L+n/2 - CF എന്നൊക്കെ പറഞ്ഞ് /f × h എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിനെക്കാട്ടും നല്ലത് ഈ മെത്തേഡ് പഠിച്ചു വെക്കുക. കാരണം 3 പാർട്ടുകൾ വന്നാൽ ഈ മെത്തേഡിൽ തന്നെ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യൂടാ, ഇതേ കോളം സെലക്ട് ചെയ്തപ്പോൾ എന്തേ 9 ഉള്ളത് കൊണ്ടാണ് അവർ 10 ചോദിച്ചത്. എടാ ഇവിടെ ഒരു 19 ആയിരുന്നെങ്കിൽ അവർ ഏത് ക്വസ്റ്റ്യനിൽ ചോദിച്ചേനെ? 20 ചോദിച്ചേനെ. ഇവിടെ ഒരു 12 ആയിരുന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ അവർ 13 ചോദിച്ചേനെ. ഓക്കെ, അപ്പം അങ്ങനെ വരാൻ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ, ഓർത്ത് വെക്കുക. നമ്മൾ ഈ മീഡിയൻ കാണുമ്പോൾ അത് ഏത് ഏരിയയിൽ വരും, ആ ബോക്സ് സെലക്ട് ചെയ്ത് കഴിയുമ്പം ആ ബോക്സിൻ്റെ മുകളിലുള്ള ആളുടെ തൊട്ടപ്പുറത്തുള്ള ആളെ അവർ ചോദിക്കും. ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 9ാമത്തെ ചോദിച്ചു. എടാ ഇനി ഇതിനെയെല്ലാം ഈ ഡേറ്റയെല്ലാം ഈ ആളുകളെല്ലാം നമ്മൾ സീക്വൻസ് ആയിട്ട് ആലോചിക്കാൻ പോവുക. 25 പേരുള്ളത് സീക്വൻസിലെ 25 ടേമുകളായിട്ട് ആലോചിക്കുക. 25 ആളുകളുണ്ട് ടോട്ടൽ, അതിൽ ഓരോരുത്തരും ഓരോ ടേം. ഓക്കെ, ഓരോ ആളുകളും ഓരോ ടേമാണ് എങ്കിൽ 9ാമത്തെ ടേം 60. ചുമ്മാ ഒന്ന് ആലോചിക്കുക. 9ാമത്തെ ടേം 9th ടേം 60, 14th ടേം 14ാമത്തെ ടേം എത്രടാ 70. 2 ടേം വന്നാൽ നമുക്ക് 9ാമത്തെ ടേം ഉണ്ട്. 9ാമത്തെ ടേം 60 എന്നുണ്ട്. 10ാമത്തെ ടേം കാണാൻ 9ാമത്തെ ടേമിൻ്റെ ഒരു ഡി കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് അങ്ങനെ ഡി കൂട്ടണമെങ്കിൽ 9ാമത്തെ ടേം 60 ആണെന്നറിയാം, അതിൻ്റെ കൂടെ ഡി കൂട്ടിയാൽ മതി. 10ാമത്തെ ടേം കാണണമെങ്കിൽ 9ാമത്തെ ടേമിൻ്റെ കൂടെ ഒരു ഡി കൂട്ടിയാൽ 10ാമത്തെ ടേം കിട്ടും. പക്ഷെ അങ്ങനെ കാണണമെങ്കിൽ ഡി അറിയണ്ടേ? എടാ എവിടെങ്കിലും നിൽക്കുന്ന 9th ടേം 60, 14th ടേം 70, എവിടെങ്കിലും നിൽക്കുന്ന 2 ടേം വന്നാൽ ഡി കാണുന്നൊരു ഫോർമുല ഉണ്ട്. സീക്വൻസിൽ പഠിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പഠിക്കുക, അറിയായിരിക്കും നിങ്ങൾക്ക്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഷോർട്ടാക്കി നമ്മൾ TD/PD എന്ന് പഠിക്കാറുണ്ട്. ചില കുട്ടികൾ TD/PD എന്ന് പഠിക്കും. അല്ലെങ്കിൽ പദങ്ങളുടെ വ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ഇവിടുത്തെ പദങ്ങൾ ഏതൊക്കെയാണ്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടുത്തെ പദങ്ങൾ ഏതൊക്കെയാണ്? പദങ്ങൾ 9ാമത്തെ പദം 60 ആണ്, 14ാമത്തെ പദം 70 ആണ്. ഈ 60, 70 ആണ് പദം അല്ലെങ്കിൽ ടേം. ഈ 9ഉം 14ഉം അതിൻ്റെ പൊസിഷനാണ്. അപ്പം ചെയ്യേണ്ടത് വലുതിൽ നിന്ന് അങ്ങ് ചെറുത് കുറയ്ക്കുക. 70 - 60, 70 - 60/14 - 9. ഡൗട്ടുള്ളവർ എന്ത് ചെയ്യുക? ഡി കാണുമ്പോൾ ഡൗട്ട്, ഈ ടേമും പൊസിഷനും തമ്മിൽ തെറ്റിപ്പോകും സാറേ, അങ്ങനെയുള്ളവർ മക്കൾ എന്ത് ചെയ്യണം? ആ കോളം വരച്ചിട്ട് കോളത്തിൽ ഈ ഒരു നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിലെ ആദ്യത്തെ നമ്പർ മുകളിൽ വരും. അതിൽ നിന്ന് വലുതിന് ചെറുത് കുറയ്ക്കണം, ഇതിന് ഇത് കുറയ്ക്കണം, താഴത്തേന്ന് മുകളിലത്തെ കുറയ്ക്കണം. 70 - 60. അപ്പോൾ താഴെ പിന്നെ ഈ നമ്പരേ ഉള്ളൂ, അവരെ തമ്മിൽ കുറയ്ക്കുക. 14 - 9 കുറയ്ക്കണം. എടാ 70 - 60 കുറയ്ക്കുമ്പോൾ എത്ര വരും? 10 വരും. 10/14 9 കുറച്ചാൽ എത്ര വരും? 14 9 കുറച്ചാൽ 5 വരും. 10/5ൻ്റെ ഉത്തരം എത്ര? 2. അപ്പോൾ ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടി 2. ഡിയുടെ വില 2 ആണ്. നമ്മുടെ കോമൺ ഡിഫറൻസ് എന്താണ്? 2 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 10ാമത്തെ ആളിനെ കാണേണ്ടത് അല്ലേ ബി പാർട്ടി ചോദ്യം. 10ാമത്തെ ആളെ 10ാമത്തെ ടേമായിട്ട് ആലോചിച്ചാൽ, നമ്മൾ ടേമായിട്ടല്ലേ എല്ലാവരെയും ആലോചിക്കുന്നത്, ഈ ആളുകളെയൊക്കെ അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്. 10ാമത്തെ ടേമായിട്ട് ആലോചിച്ചാൽ 10ാമത്തെ ടേം കാണാൻ 9ാമത്തെ ടേമിൻ്റെ കൂടെ ഡി കൂട്ടിയാൽ മതി. നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നു ഒരു ഡി. മക്കളെ ഇവിടെ ഇത് സ്റ്റാറ്റ് ആയതുകൊണ്ട് തന്നെ 9ാമത്തെ ആളുടെ 60 ആണ് എന്നുള്ളത് നമ്മുടെ ഒരു അസംഷനാണ്, നമ്മുടെ എന്താണ് ഒരു സങ്കല്പമാണ്. ബിലോ 60 എന്നല്ലേ, എന്ന് വെച്ചാൽ 60ൽ താഴെ എന്നല്ലേ. അപ്പോൾ 60ആയിട്ട് കറക്റ്റ് വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അസംഷൻ ആയതുകൊണ്ട് തന്നെ അതിൽ ചെറിയൊരു കറക്ഷൻ വരുന്നതുകൊണ്ട്, ചെറിയൊരു തെറ്റ് ചെറിയ രീതിയിൽ വരുന്നതുകൊണ്ട് അതൊന്ന് തിരുത്താൻ വേണ്ടി നമ്മൾ D2 അല്ലേ, ഡി കൂട്ടുന്നതിന് പകരം നമ്മൾ കൂട്ടുന്നത് D/2 ആണ്. ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇടയ്ക്കത്തെ ഒരാളെ കാണാൻ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നമ്മൾ ഇടയ്ക്കത്തെ ആളെ കാണേണ്ടി വരും. 10ാമത്തെ ആളെ ചോദിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് സാറേ 10ാമത്തെ ആളെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കുളത്തിൽ 9 ഉള്ളതുകൊണ്ട് 10 കണ്ടേ പറ്റത്തുള്ളൂ. 9 ഉണ്ടാ 10 കാണണം. ക്ലിയർ ആണ്? അപ്പം മക്കൾ 10ാമത്തെ ആളെ കാണാൻ 9ാമത്തെ ആളോട് D/2 കൂട്ടുന്നതിൻ്റെ കാരണം പറഞ്ഞ് ഇത് നമുക്ക് ചെറിയൊരു കറക്ഷൻ ഉണ്ട്. 9ാമത്തെ 60 നമ്മളങ്ങ് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ആ അസംഷനിൽ ചെറിയൊരു തെറ്റുകൊണ്ടാണ് D/2 കൂട്ടുന്നത്. അപ്പം 10ാമത്തെ ടേം കാണാൻ 9ാമത്തെ ആളാരാ? 9ാമത്തെ ആൾ 60 നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കറക്റ്റ് ഒരു ഏകദേശം ഇതാണ് 60 എന്ന് പറയുന്നത്. നമ്മളങ്ങ് എടുക്കുകയാണ്. 60 + D/2. ഡി എന്ന് പറഞ്ഞാൽ 2, 2/2. 60 + 2/2 എത്രയാണ്? 1 ആണ്. 60 1 61. ഓക്കെ, 61. ഇനി അടുത്ത ലാസ്റ്റ് പാർട്ട് ചോദ്യം, മെയിൻ സി പാർട്ട്, മീഡിയൻ. നമുക്ക്
10 കണ്ടു വന്നപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മൾ കാണേണ്ട ഏതാണ്, നമ്മൾ ചിലപ്പോൾ മറന്നുപോയി കാണും. 10ാമത്തെ ആളുടെ എത്ര? 10ാമത്തെ ആളുടെ 61. വേണേ ഒന്ന് എഴുതാം. എന്താണ്? വെയിറ്റ് ഓഫ് ദ 10th വർക്കർ ഈസ് 61. വെയിറ്റ് ഓഫ് ദ 10th വർക്കർ ഈസ് 61 എന്ന് എഴുതി വെക്കാം കേട്ടോ. അടുത്ത സി പാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണേണ്ടത്, മറന്നു പോകരുത്, നമ്മുടെ മീഡിയൻ ആണ്, നടുക്ക് നിൽക്കുന്നതായിരുന്നു കാണേണ്ടത്. ഇടയ്ക്ക് 10 വന്നപ്പം നമ്മുടെ മെയിൻ കാണേണ്ട ആളെ മറന്നു പോകരുത്. 13 നടുക്ക് വരുന്നത്. 13 മീഡിയൻ 13ാമത്തെ ടേമാണ്. 10ാമത്തെ ടേം ഉണ്ടെങ്കിൽ എങ്ങനെ 13ാമത്തെ ടേം കാണാം? 10ാമത്തെ ടേമിൻ്റെ കൂടെ എത്ര ഡി കൂട്ടിയാൽ മതി? 10ാമത്തെ ടേമിൻ്റെ കൂടെ 3 ഡി കൂട്ടിയാൽ മതി. 10ാമത്തെ ടേമിൻ്റെ കൂടെ 3 ഡി. അപ്പോൾ 13ാമത്തെ ടേം കിട്ടത്തില്ലേ? 10ാമത്തെ ടേം 61 പ്ലസ് 3 ഇൻറ്റു ഡി എത്ര? ശ്രദ്ധിച്ചോണം, ഡിയുടെ വില 2. മക്കളെ ഇവിടെ d/2 അല്ല, ഡി ആണ്. കാരണം നമ്മൾ d/2 ഇവിടെ കൊടുത്ത് നമ്മുടെ ഒരു തെറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? തിരുത്തി ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇനി എന്ത് കൊടുത്താൽ മതി? ധൈര്യമായിട്ട് ഡി കൊടുക്കാം. ഓക്കെ, എല്ലായിടത്തും d/2 കൊടുക്കണ്ട, ഇവിടെ ഒരൊറ്റ എടുത്ത് കൊടുത്താൽ മതി. ഇടയ്ക്കത്തെ ഒരാളെ കാണുമ്പോൾ d/2 കൊടുക്കണം എന്ന് ഓർത്തിരുന്നാൽ മതി. 60 പ്ലസ് 3 ഇൻറ്റു 2 6, 61 6 67. മീഡിയൻ എന്താണ്? നമ്മുടെ മീഡിയൻ എന്ന് പറഞ്ഞാൽ 13ാമത്തെ ആളാണ്. നമ്മൾ 25 പേര് നിന്നപ്പോൾ ഇപ്പോൾ ഉദാഹരണം സാറാണ് 13ാമത്തെ ആൾ. അപ്പോൾ സാറിൻ്റെ വെയിറ്റ് ആയിട്ട് 67. നടുക്ക് നിൽക്കുന്ന ആളുടെ വെയിറ്റ് 67. നടുക്ക് നിൽക്കുന്ന ആൾ 13ാമത്തെ ആളാണ്, അയാളുടെ വെയിറ്റ് 67. അതാണ് സാറ് പറഞ്ഞാൽ 13ാമത് നിൽക്കുന്നെന്നും പറഞ്ഞ് 13 അങ്ങ് വെയിറ്റ് ആവും. അല്ല, 13ാമത് നിൽക്കുന്ന ആളുടെ വെയിറ്റ് 67, അല്ലെങ്കിൽ മീഡിയൻ വെയിറ്റ് 67. ഇത്രയുമാണ്. ഇതൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് നോക്കിയാൽ മതി. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ബാക്ക് അടിച്ച് ഒന്ന് പയ്യെ കണ്ടാൽ മതി, കിട്ടും, സംഭവം കത്തും. ഓക്കെ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? മീഡിയൻ പൊസിഷൻ കാണുക. ഓടി നമ്പർ ആണെങ്കിൽ n+1/2, 25 1 കൂട്ടിയാൽ 26, 26/2 13. മിക്കപ്പോഴും ചോദിക്കുന്ന ഓടി നമ്പർ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 13. ഇവിടെ രണ്ടാമത്തെ ചോദ്യം ഡി കാണുന്നതാണ്. TD/PD, ടൈം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അത് വെച്ച് ചെയ്യും. നമ്മൾ ഇതിനെല്ലാം, ഈ ആളുകളെല്ലാം ടൈമായിട്ട് ആലോചിക്കും. ഒന്നാമത്തെ ആൾ ഒന്നാമത്തെ ടൈം, രണ്ടാമത്തെ ആൾ രണ്ടാമത്തെ ടൈം. അപ്പോൾ 25 പേരുണ്ടെങ്കിൽ 25 ടൈമായിട്ട് അങ്ങ് ആലോചിക്കും. അങ്ങനെയാണെങ്കിൽ 9ാമത്തെ ആൾ 9ാമത്തെ ടൈം അല്ലേ, 14ാമത്തെ ആൾ 14ാമത്തെ ടൈം അല്ലേ. 2 ടൈം കിട്ടിയാൽ ഡി കണ്ടുകൂടെ? TD/PD വെച്ച് ഡി കാണും. 70 - 60/14 - 19. ഓക്കെ, അപ്പം ഡി 2 കിട്ടും. 10ാമത്തെ ഇടയ്ക്കത്തെ ഒരാളെ ചോദിച്ചില്ലെങ്കിലും അത് കാണണമെന്ന് പറഞ്ഞാൽ 9 തന്നുകൊണ്ടാണ് 10 ചോദിച്ചത്. 9 തന്നേക്കുന്നത് കൊണ്ടാണ് അവന്മാർ 10 ചോദിച്ചത്. 9ൻ്റെ തൊട്ടപ്പുറത്തുള്ള 10. ഓക്കെ, 12 തന്നാൽ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ വന്നേക്കുന്ന 12 ആയിരുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾ ചെയ്തപ്പോൾ 12 എന്ന് വന്നു. നിങ്ങൾ സെലക്ട് ചെയ്ത കോളം 12 ടോപ്പിൽ. അപ്പോൾ 13 കണ്ടുപിടിക്കണം, ചോദിച്ചിട്ടില്ലെങ്കിലും കാണണം. ഈ ഒരു സ്ട്രക്ചർ ഓർത്ത് വെക്കുക. ഈ ഒരു ഓർഡർ ഓർക്കണം. മീഡിയൻ പൊസിഷൻ, ഇടയ്ക്ക് നിൽക്കുന്നൊരു വർക്കർ, മീഡിയൻ, ലാസ്റ്റത്തെ മീഡിയൻ പൊസിഷൻ, ഇടയ്ക്ക് നിൽക്കുന്നൊരു വർക്കർ, അവസാനത്തെ മീഡിയൻ കേട്ടോ. മധ്യമസ്ഥാനം, ഇടയ്ക്ക് നിൽക്കുന്ന ഒരു തൊഴിലാളി അല്ലെങ്കിൽ കുട്ടി, അങ്ങനെയൊക്കെ വരാം. ഏറ്റവും അവസാനത്തത് മധ്യമം. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ചാനൽ എന്ത് ചെയ്യുക? നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം എന്ത് ചെയ്യുക? നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ച് കൂട്ടുകാരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതിൽ കുറേ കുട്ടികൾ +1 വീഡിയോ ഇടണമെന്ന് നമ്മളോട് പറയുന്നുണ്ട്. മക്കളെ, ഈ വരുന്ന എക്സാം എന്ന് പറയുന്നത് 17-ാം തീയതി +2കാർക്കും 10-നുമാണ് എക്സാം. അപ്പം അത് കഴിഞ്ഞ് പിന്നെ 25-ാം തീയതിയാണ് നമ്മുടെ +1 എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈമുണ്ട്. ഇവർക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ് സാർ എന്ത് ചെയ്യുന്നത്? അവരുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സാറിൻ്റെ ബാക്കി ക്ലാസ്സുകൾ അല്ലാത്ത സാറിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന ടൈമിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ +1 കൂടി ഇടുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മൾ തീർച്ചയായും ഇവരുടെ തിങ്കളാഴ്ചത്തെ പരീക്ഷ അല്ലെങ്കിൽ ഞായറാഴ്ച വരെയൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങോട്ട് തിങ്കളാഴ്ച മുതൽ വരുന്നത് +1 വീഡിയോ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ക്ലാസ് കണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവരിലേക്കും എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് എന്ത് ചെയ്യുക? എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ ഈ ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.